ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ജാനകിയാണെങ്കിൽ അനാമികയെ കണ്ണടച്ചങ്ങ് വിശ്വസിച്ച് സകലത്തും അങ്ങ് കൊടുക്കുകയാണ്. ദേവയാനി നയനയ്ക്ക് ചെയ്യുന്നതിലപ്പുറം അനാമികയ്ക്ക് ചെയ്യണമെന്ന് വെച്ചിട്ട് തന്നെ ഇരിക്കുകയാണല്ലോ നമ്മുടെ ജാനകി. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ജാനകിക്ക് പിടികിട്ടുകയാണ് അനാമിക അത്ര ആള് ശരിയല്ല, അനാമികയുടെ കൈ മുഴുവൻ കള്ളത്തരാണെന്നുള്ളത്, തന്നെ ചതിക്കായിരുന്നു ഇത്രയും നാളും എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും ജാനകിക്ക് മനസ്സിലാകുകയാണ് കേട്ടോ. ആ ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ജാനകിയാണെങ്കിൽ ഒരു നല്ല നെക്ലേസ് തന്നെ അനാമികയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. കാരണം ദേവയാനി അനാമികയ്ക്ക് കൊടുത്ത മാല തിരിച്ചു വാങ്ങി അത് നയനയ്ക്ക് നൽകിയിരിക്കുകയാണ്. അത് കുറച്ചൊന്നുമല്ല നമ്മുടെ അനാമിക അങ്ങ് വിഷമിപ്പിച്ചത്. അത് ജാനകിക്കും സഹിക്കാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ ദേവയാനി നയനയ്ക്ക് മാല കൊടുത്തെങ്കിൽ ജാനകി അനാമികയ്ക്ക് മാല കൊടുക്കുമെന്ന് തീരുമാനിക്കുക. അങ്ങനെ ജാനകിയുടെ കയ്യിലും കുറേ സ്വർണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ അനാമികയുടെ കണ്ണ് മഞ്ഞളിക്കുക ചെയ്യുന്നത്. ദൈവമേ, ഇവരുടെ കയ്യിൽ ഇത്രയും സ്വർണ്ണം ഉണ്ടോ? ഒന്നും കാണില്ല എന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പോൾ ഇതൊക്കെ അടിച്ചു മാറ്റണ്ടേ എന്നൊക്കെ ഉള്ള ചിന്ത വരുന്നുണ്ടെങ്കിലും അങ്ങ് അഭിനയിച്ച് തകർക്കുകയാണ് നമ്മുടെ അനാമിക. ജാനകിയാണെങ്കിൽ മാല കൊണ്ടുവന്ന് അനാമികയുടെ കഴുത്തിലിട്ടൊക്കെ കൊടുക്കുക. എൻ്റെ മോൾ ഇത് ഇട്ടുകൊണ്ട് ഇനി നടന്നാൽ മതി എന്ന് പറയുക. ഇത് ശകലമൊന്നുമല്ല, നല്ല സന്തോഷമാവുകയാണ് കേട്ടോ നമ്മുടെ അനാമികയ്ക്ക്. കള്ളനെ താക്കോലേൽപ്പിച്ച പോലെ തന്നെ ആവുകയാണ്. അനാമിക നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് ഈ നെക്ലേസ് ഒക്കെ ഒന്ന് കാണിക്കണ്ടേ. അവിടെ ചെന്ന് അച്ഛനോടും അമ്മയോടും ഒക്കെ ഇക്കാര്യം സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നത്, എങ്ങനെയെങ്കിലും നീ അവിടെ പിടിച്ചു നിന്ന് നീ അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ട് പോരണം, നീ ഇനി വേറൊരുത്തൻ്റെ കൂടെ പോകാൻ പോവല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു മെഡിക്കൽ റെപ്പാണ്, അവന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പണം അനന്തമുരിയെന്ന് തന്നെ ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമെന്ന് അനാമിക പറയാം. അപ്പോൾ വേണു പറയുന്നുണ്ട്, അവനൊരു വേലയും കൂലിയൊന്നും ഇല്ലല്ലോ, നിനക്ക് ജീവിക്കണ്ടേ എന്ന് പറയാം. അപ്പോൾ അനാമിക പറയാം, അതൊന്നും പ്രശ്നമില്ല, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അവനെയും ഞാൻ അങ്ങോട്ട് ഡിവോഴ്സ് ചെയ്യും, അല്ലാതെ അവനെയും കടിച്ചു തൂങ്ങിയൊന്നും ഞാൻ നിൽക്കുകയില്ല, വേറെ ആരെയും ഞാൻ കണ്ടുപിടിക്കും, ഇന്നത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെയാണെന്നൊക്കെ പറയുകയാണ് നമ്മുടെ അനാമിക. അപ്പോൾ വേണു പറയുന്നുണ്ട്, നീ എങ്ങനെയായാലും കുഴപ്പമില്ല, നീ ആരുടെ കൂടെ ജീവിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ജീവിക്കാനുള്ള പണവും സ്വത്തും ഒക്കെ അനന്തപുരിയിൽ നിന്ന് തന്നെ അടിച്ചു മാറ്റണമെന്ന് പറയുക. അങ്ങനെ അവർ മൂന്നുകൂടെ നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, അനന്തപുരി അങ്ങ് വെളുപ്പിക്കാനായിട്ട്. അങ്ങനെ അനാമിക വീണ്ടും തിരിച്ച് അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ്. അതേസമയം നമ്മുടെ ദേവയാനി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. നയനയ്ക്ക് മാലയൊക്കെ കൊടുത്ത് അനാമികയുടെ കള്ളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ദേവയാനിക്ക് അനാമികയ്ക്ക് എങ്ങനെയാലും പാടി കൊടുക്കണമെന്ന് ഒറ്റ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ അനാമികയാണെങ്കിൽ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അനാമിക അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ അനാമികയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നവരെയൊന്നും വേണ്ട. ഇപ്പം പറയുന്നത് ദേവയാനിയും നയനയും ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമൊന്നും എനിക്ക് വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ജാനകിയും പറയാണ്, എൻ്റെ മരുമോക്ക് അതൊന്നും വേണ്ട എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പം ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ വരികയാണ്. ഭക്ഷണത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് പറയുന്നുണ്ട്, ഈ ഭക്ഷണത്തിന് ഒരു രുചിയുമില്ല എന്നൊക്കെ പറയുക. ദേവയാനി ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കേൾക്കും. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ജാനകി അങ്ങനെ രുചിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ദേവയാനി ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയാം. അപ്പം ദേവയാനി പറയാം, ശരിയാ, ഞാൻ ഇനി മുതൽ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നില്ല എന്ന് മുത്തശ്ശനോട് തീർത്ത് പറയാണ്. അച്ഛനും അമ്മയ്ക്കും അതുപോലെ നയനയ്ക്കും ആദർശനും ഒക്കെ ഉള്ള ഭക്ഷണം മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കിയുള്ളവർക്കുള്ള ഭക്ഷണം ജാനകി ഉണ്ടാക്കട്ടെ. ജാനകിയുടെ മരുമകളുണ്ടല്ലോ അനാമിക, അതുപോലെ ജലജയുണ്ട്, അവർ മൂന്നുപേരും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കട്ടെ. എന്നും ഇങ്ങനെ ഭക്ഷണത്തിന് മുമ്പിൽ വന്നിരുന്നിട്ട് കുറ്റം പറയുന്ന കേട്ട് വിളമ്പാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് ദേവയാനി തീർത്ത് പറയുക. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, അത് നല്ല കാര്യം തന്നെയാണ് ദേവയാനി, ഞാനും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് കേട്ടോണ്ടേ ഇരിക്കുക. ഇവിടെ ഭക്ഷണം വിളമ്പുമ്പം എല്ലാത്തിനും ഒരു കുറ്റം പറച്ചിലും രണ്ടടുക്കളയാക്കിയിട്ട് ഭാഗിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ, ഇനിയിപ്പോൾ അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന് മുത്തശ്ശൻ പറയാം. ദേവയാനി നമുക്കൊക്കെ ഉള്ള ഭക്ഷണം ഉണ്ടാക്കിക്കോ, അവർക്ക് വേണമെങ്കിൽ അവരുണ്ടാക്കട്ടെ എന്ന് പറയുമ്പം ജലജ പറയാം, എനിക്ക് അടുക്കളയിൽ കയറിപ്പോൾ ആണത് ഭക്ഷണം ഉണ്ടാക്കുന്ന ശീലമൊന്നുമില്ല, ഇത്രയും നാളും അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഏടത്തി ഭക്ഷണം ഉണ്ടാക്കുമായിരുന്നു, ഇല്ലെങ്കിൽ ആ ജോലിക്കാരിയെ വിളിച്ച് വരുത്ത് അവരെ കൊണ്ടുണ്ടാക്കിക്കുക, അല്ലാതെ ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഓഹോ ജലജേ, നിനക്ക് അടുക്കളയിൽ കയറി ജോലി ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലേ, വല്ലവരും ഉണ്ടാക്കി വെക്കുന്നത് വയറ് നിറച്ച് വെട്ടി വിഴുങ്ങുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ, എന്നിട്ട് നീ എന്തിനാ ഈ നാക്ക് വിളിച്ച് കുറ്റം പറയുന്നത്? മര്യാദയ്ക്ക് ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാലേ നീ, എന്നിട്ടിപ്പം കുറച്ച് ദിവസമായിട്ട് ജാനകിയുടെ കൂടെ കൂടി നീ ദേവയാനി ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ കുറ്റം പറയല്ലേ എന്ന് ചോദിക്കുക. അപ്പം ജാനകി പറയാണ്, കുറ്റം പറയുന്നതല്ല അച്ഛാ, അങ്ങനെ ചെയ്തിട്ട് തന്നെയാണ്
നേരത്തെ ഏടത്തി എല്ലാവർക്കും നല്ല മനസ്സോടുകൂടി തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അപ്പം മുത്തശ്ശി ചോദിക്കേ, ഇപ്പം എന്താ ദേവയാനി ചീത്ത മനസ്സോടെയാണോ ഈ ഉണ്ടാക്കുന്നത്? ആ, അങ്ങനെ തന്നെയാണെന്ന് പറയാം. ഇപ്പം ഏടത്തേക്ക് വേർതിരിവുണ്ട്. ഏടത്തിയും മരുമോളും മകനും എന്തൊക്കെയുള്ള ഒരു ചിന്തയുണ്ട്. ബാക്കിയുള്ളവരെ വേറെയായിട്ടാണ് കാണുന്നത്, പ്രത്യേകിച്ച് എൻ്റെ മരുമോൾ അനാമിക മോളെ എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടോ ദേവയാനി എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയാണ്, അങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പം അങ്ങനെയൊക്കെ ഉണ്ടായി പോകുന്നുണ്ട് അച്ഛാന്ന് പറയാം. അവൾ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഇപ്പം എനിക്ക് പഴയതുപോലെ കാണാൻ പറ്റുന്നില്ല അനാമികയെന്ന് പറയുക. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അതെന്താ പഴയതുപോലെ ഇപ്പം അനാമികയെ കാണാൻ പറ്റാത്ത എന്താ ദേവയാനി, എന്താ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയുന്നുണ്ട്, അത് പല പ്രശ്നങ്ങളും ഉണ്ട് അച്ഛാ, അതൊന്നും ഇപ്പം പറയാറായിട്ടില്ല, പല കാര്യങ്ങളും ഉണ്ട്. പണ്ട് ഞാൻ അനാമികയെ നയനേക്കാളും മുൻപിലാണ് കണ്ടുകൊണ്ടിരുന്നത്. നയനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചിരുന്നതും സമ്മാനങ്ങൾ നൽകിയിരുന്നതും കെയർ ചെയ്തതും ഒക്കെ അനാമികയാണ്. പക്ഷേ ഇപ്പം എനിക്കിനി പറ്റില്ല. ഇനി ഒരിക്കലും അനാമികയെ സ്നേഹിക്കാനോ പഴയതുപോലെ കാണാനോ ഒന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങളെങ്കിൽ രണ്ട് കൂട്ടരും രണ്ടായിട്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കിക്കോ എന്ന് പറയാം. അങ്ങനെ അനാമികയ്ക്കും ഒക്കെ വേറെ ഭക്ഷണം ഉണ്ടാക്കുകയാണ് കേട്ടോ. പക്ഷേ ഒന്നും കഴിയത്തൊന്നുമില്ല. അപ്പോൾ അനാമിക ഇങ്ങനെ ഒരു ദിവസം നിന്നിട്ട് എങ്ങനെയെങ്കിലും വഴക്കുണ്ടാക്കണമല്ലോ, വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇരിക്കുകയാണ് അനാമിക. അപ്പോൾ അന്നാണെങ്കിൽ നമ്മുടെ നയനയാണെങ്കിൽ ഓഫീസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ വല്ലാതെ ക്ഷീണിച്ചിട്ടാണ് വരുന്നത്. ഭയങ്കര ക്ഷീണവും 2 ദിവസമായിട്ട് നയനയ്ക്ക് ഒരു വയ്യായികയൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ആ സമയത്ത് അനാമിക അവിടെ വാതുക്കെ നിന്നിട്ട് പറയാണ്, ഓ വന്നോ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാം. അപ്പം നയന ചോദിക്കുക, എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? അല്ല, നിങ്ങളുടെ അമ്മായിയമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് വൈകുന്നേരം ഒരു കാശ്മീരി പുലാവ് ഉണ്ടാക്കണം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ടാക്കാൻ അമ്മയ്ക്ക് അറിയില്ല, നിങ്ങൾക്കറിയാമല്ലോ, ഇതിനു മുമ്പ് നിങ്ങളത് ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ, എനിക്ക് വേണ്ടി അതൊന്ന് ഇപ്പം ചെയ്തു തരണം എന്ന് പറയുകയാണ്. അപ്പം നയന പറയാം, ആഹാ, ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, എനിക്ക് തീരെ വയ്യ, ഇപ്പം എനിക്കത് ചെയ്യാൻ പറ്റില്ല, അനാമിക പോയി വേറെ വല്ല പണിയും നോക്കെന്ന് പറയാം. ഓഹോ, അപ്പോൾ രാജകുമാരി ജോലി കഴിഞ്ഞ് വരുമ്പം ഒന്നും എനിക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റില്ല, പഴയ ശീലങ്ങളൊക്കെ അങ്ങ് മറന്നു പോയല്ലേ? ഓ, ഇപ്പം അമ്മായിയമ്മയ്ക്ക് കരൾ ദാനം ചെയ്ത് സ്നേഹം പിടിച്ചു പറ്റി കൂടിയിരിക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കും അല്ലേ, എന്നാൽ ആ റെസിപ്പി എങ്കിലും ഒന്ന് പറഞ്ഞതാ എന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, എനിക്കിപ്പം ഞാൻ ഭയങ്കര ടയേർഡാണ്, എനിക്ക് റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആവണം, അതിനൊക്കെ ശേഷം വൈകിട്ട് അടുക്കളയിലേക്ക് വരുമ്പോൾ ഞാൻ റെസിപ്പിയോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തരാം, വെറുതെ വഴക്കിന് നിൽക്കണ്ടെന്ന് പറയാം. അപ്പം ഇത് കേട്ടോണ്ടാണ് കേട്ടോ ജാനകി അങ്ങോട്ട് വന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ അവൾ ഇപ്പം നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും കേൾക്കുമോ? അമ്മായിയമ്മ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെ ആരെയും വേണ്ട, അവർ വെറുത്തോണ്ടിരുന്നപ്പം ഞാനേ ഉള്ളായിരുന്നു നിനക്ക് സപ്പോർട്ടിന്, അത് നീ മറന്നു പോകരുത്, എന്നിട്ട് എൻ്റെ മരുമകളോട് നീ എന്താ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ദേവി ഇത് ഇളയമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, ഞാനൊന്ന് റൂമിലോട്ട് പോട്ടെ, വല്ലാത്ത തലവേദന എന്നൊക്കെ പറഞ്ഞ് നയന പോയി കിടക്കാൻ പോവാണ്. അപ്പോൾ ഇത് കേട്ടോണ്ടാണ് നമ്മുടെ ദേവയാനി വന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ അനാമിക ഇപ്പം നയനയോട് നീ ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളാനാണല്ലോ പറഞ്ഞത്, എന്നിട്ടിപ്പോൾ എന്തിനാ നയനയെ ബുദ്ധിമുട്ടിക്കുന്നത്? അവൾ ഓഫീസിൽ പോയി വിഷമിച്ച് വന്നതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഓ, സപ്പോർട്ടിന് ആൾ വരുമെന്ന് അറിയായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാ, നിങ്ങളുടെ മരുമോക്ക് മാത്രമല്ലേ ഉള്ളൂ ക്ഷീണം എന്നൊക്കെ പറയുക. അപ്പോഴേക്കും പറയുന്നുണ്ട്, ദേ നീ മേല നയനെ ഒരു വേലക്കാരിയായിട്ട് കാണാമെന്നൊന്നും ആരും ആലോചിക്കണ്ട, ആദർശിൻ്റെ ഭാര്യ അവൾ, എൻ്റെ മരുമോളാ, ആ വില അവൾക്ക് കൊടുത്തേ നിങ്ങൾ അവളോട് സംസാരിക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു ദേവയാനി നല്ല ഫയർ ചെയ്യുന്നുണ്ട് അനാമികയെ. അങ്ങനെ നയനയാണ് റൂമിൽ പോയി കിടക്കുകയാണ്. പിറ്റേ ദിവസമാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴും അവിടെ ഒരു അടി തന്നെയാണ് നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ദേവയാനി ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കാമെന്ന് മുത്തശ്ശിയോടും പറയുന്ന കേൾക്കുമ്പം അനാമികയും ജാനകിയും കൂടെ എതിർക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഇവരെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ ചപ്പും ചവറും വാരി വലിച്ച് കഴിക്കാനൊന്നും ഞങ്ങളെ കിട്ടുകയില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി തരണമെന്ന് പറയാം. അപ്പം ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ ഇഷ്ടത്തിനൊന്നും ഉണ്ടാക്കി തരാൻ എനിക്ക് പറ്റില്ല, ഞാനിപ്പോൾ ഇവിടെ എല്ലാവരുടെ ഇഷ്ടം നോക്കിയാണ് ഉണ്ടാക്കുന്നത്, അതങ്ങോട്ട് കഴിക്കാമെങ്കിൽ കഴിച്ചാൽ മതി, ഇത്രയും നാളും അങ്ങനെയല്ലേ കഴിച്ചതെന്ന് ചോദിക്കാം. അപ്പോൾ ജാനകി പറയാണ്, ഇത്രയും നാളും അങ്ങനെയാണ് കഴിച്ചത്, പക്ഷേ എൻ്റെ മരുമോൾ അനാമിക മോക്ക് വേറെന്തെങ്കിലും ഭക്ഷണം വേണമെന്ന് തോന്നിയാൽ അത് കഴിക്കാൻ അവൾക്ക് അവകാശമില്ലേ, നിങ്ങളുടെ മരുമോളുടെ ഇഷ്ടത്തിന് മാത്രമല്ലേ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതേ ജാനകി, നീ വേണമെങ്കിൽ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോളൂ, കഴിഞ്ഞ ദിവസം അച്ഛൻ പറഞ്ഞല്ലോ ഇവിടെ അങ്ങനെ ഒന്നുമില്ല, സ്വന്തമായിട്ട് വേണ്ടവരെ ഉണ്ടാക്കി കഴിക്കാം, അല്ലാതെ ഒരാൾ ഉണ്ടാക്കുന്നതിന് കുറ്റം പറയേണ്ട കാര്യമില്ലെന്ന്, ആ രീതിയിൽ അങ്ങ് പോയാൽ മതി എന്നൊക്കെ പറയുക. അപ്പം ജാനകി പറയുന്നുണ്ട്, ശരിയാ, വാ അനാമിക പോലെ നമുക്ക് പോയി ഭക്ഷണം ഉണ്ടാക്കാം എന്തൊക്കെ പറഞ്ഞ് അവർ പോയി ഉപ്പുമാവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ദേവയാനി ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുക. അപ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ നയന വരാത്തത് കൊണ്ട് തന്നെ
മുത്തശ്ശൻ തിരക്കുന്നുണ്ടല്ലോ നയന എവിടെയെന്ന്. അങ്ങനെ ദേവയാനി ചെല്ലുമ്പോൾ നയന വയ്യാതെയൊക്കെ കിടക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡോക്ടറെ വിളിച്ച് വരുത്താണ്. ഡോക്ടറെ വിളിച്ച് വരുത്തി ഡോക്ടർ നോക്കിയിട്ട് പറയുകയാണ് നയന ഗർഭിണിയാണെന്ന് പറയാണ്. ഇത്രയും വർഷത്തെ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിട്ട് നയന ഗർഭിണിയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. താഴെ വന്നിട്ട് മുത്തശ്ശനോടും എല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ നയന ഗർഭിണിയാണെന്ന്. അപ്പോൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ അനാമികയ്ക്കും അതുപോലെ ജലജയ്ക്കും ജാനകിക്കും ഒന്നും സഹിക്കാനേ പറ്റുന്നില്ല. അനാമികയ്ക്കാണെങ്കിൽ ഒട്ടും പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഇവള് രാജകുമാരിയാകും, ഇവളെയൊക്കെ അത് കൊടുക്കും, ആ ചടങ്ങ് വരും, ഈ ചടങ്ങ് വരും, എന്തെല്ലാം ഇനി കണ്ടാലാ നാശം, അഹങ്കാരം അവളുടെ ഒന്നുകൂടെ കൂടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ മൂന്നും കൂടെ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. അനാമിക ആ വിവരം നേരെ പോയി രേവതിയെ വിളിച്ച് പറയുക, അതെ അമ്മേ ഒരു കാര്യമുണ്ട്. ഇപ്പം അതേ പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തവും കൊളുതി പടാന്ന് പറഞ്ഞ പോലെയാണ്. ആ നയന ഗർഭിണിയും കൂടിയാണ്. ഇനിയിപ്പോൾ ഇവിടെ കിടക്കണ്ട, എന്തെല്ലാം കാണണം. മുത്തശ്ശനും മുത്തശ്ശിയും സ്വർണം കൊടുക്കുന്നു, ദേവയാനി വലിയ സ്വർണം കൊടുക്കുന്നു. ഇനിയിപ്പം അവളെ എല്ലാവരും കൈ വെള്ളയെ കൊണ്ട് നടക്കും. നേരത്തെ ആ നവ്യ ഗർഭിണിയായിരുന്നപ്പം എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും എല്ലാവരും അവളെ കെയർ ചെയ്താണ് കൊണ്ടുപോയത്. അപ്പച്ചി കൂടി അവളുടെ കാല് വരെ തിരുമ്മി കൊടുത്തു. ഇനിയിപ്പം നയന ഇവിടെ രാജകുമാരിയായിട്ട് വാഴുന്നത് കാണാനേ വയ്യ. ഇത്രയും നാളും ആ ആദർശും അവൻ്റെ അവിഹിതത്തിലുണ്ടായ കൊച്ചും ഒരു പ്രശ്നമാക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ഇപ്പം ഇനിയിപ്പം അതും പറ്റത്തില്ലല്ലോ. ഇനിയിപ്പം അവർക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞ്, ആ കുഞ്ഞിനായിരിക്കും ആ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ എല്ലാ സ്വത്തുക്കളും കൊടുക്കുന്നത്. നേരത്തെ തന്നെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആദർശമോൻ്റെയും നയനമോളുടെയും കുഞ്ഞിനായിരിക്കും എല്ലാ അവകാശവും. ഇനിയിപ്പോൾ ആ കുഞ്ഞിങ്ങോട്ട് പുറത്തോട്ട് വന്നാൽ പിന്നെ അതൊരു സമാധാനവും ഇല്ലയെന്ന് പറയാം. അപ്പോൾ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് മോളെ അത് നേരാ. ഇനിയിപ്പം അവൾ ഇവിടെ അധികാരം അവൾക്ക് കൂടും, നവ്യയ്ക്ക് കൊണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു കൊച്ചുകൂടി ആയി കഴിഞ്ഞാൽ നയനെ അനന്തപുരിയിൽ നിന്ന് ഇറക്കി വിടാമെന്ന് നീ വിചാരിക്കണ്ട. നിൻ്റെ ഒരു കളികളും അവളുടെ മുമ്പിൽ നടക്കാനും പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കിട്ടാവുന്ന മാക്സിമം അടിച്ചു മാറ്റണം മോളെ എന്ന് പറയാം. അപ്പോൾ അനാമിക പറയാം, ശരിയാമേ അത് മാക്സിമം അടിച്ചു മാറ്റണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുമ്പോൾ രേവതി പറയാം, എടി മോളെ നിനക്ക് ജാനകി കുറേ സ്വർണം തന്നില്ലേ, ആ കൂടത്തിൽ അവരുടെ ബാക്കി സ്വർണ്ണവും ഇല്ലേന്ന് ചോദിക്കുക. ഉണ്ടുണ്ട്, അവരുടെ കയ്യിലും ഉണ്ടമ്മേ കുറേ സ്വർണം. ഞാൻ വിചാരിച്ചില്ല അവരുടെ കയ്യിൽ ഇത്രയും കാണുമെന്ന്. അവരുടെ വീട്ടിലും കുടുംബത്തൊന്നും അധികം ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഒന്നും ഇല്ലാത്തടത്തേ ആയിരിക്കുമെന്ന്. പക്ഷെ അത്യാവശ്യ സ്വത്തും അതുപോലെ പണവും അവർക്കുണ്ട്. ബാങ്ക് ബാലൻസ് ഒക്കെ വലിയ കുഴപ്പമില്ല. പിന്നെ സ്വർണ്ണം ഉണ്ടെന്നേ, കണ്ണ് മഞ്ഞളിച്ച് പോയി അന്ന് അത് കണ്ടപ്പം. അവരത് എവിടെയാടി വച്ചിരിക്കുന്നത്, നീ അതൊക്കെ നോക്കി വെച്ചോ എന്ന് ചോദിക്കുകയാണ് രേവതി. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഞാനതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഞാനല്ലേ ആള്, സ്വർണം കണ്ടാൽ നോക്കാതെ ഇരിക്കുമോ എന്ന് പറയണം. എടി നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അടിച്ചങ്ങ് മാറ്റണം. അതിനുശേഷം അവരെ സ്നേഹിച്ച് നിന്ന് കുറച്ച് പണം കൂടെ അടിച്ചു മാറ്റണം. അതൊക്കെ കഴിഞ്ഞ് ആ അനിയെ തട്ടിയിട്ട് നീ ഇങ്ങനെ പോരണന്നേ. അല്ലാതെ ഇനി നയനയുടെ പൊങ്ങച്ചം കാണാനും അനിയുടെ ചീത്ത കേൾക്കാനും ഒന്നും നീ അവിടെ നിൽക്കണ്ട. അതെ ഇവിടെ എനിക്ക് മടുത്തു. വല്യമ്മ ഉണ്ടായിരുന്നപ്പം അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നപ്പം ഞാനിവിടെ രാജകുമാരിയെ പോലെയാണ് വാണുകൊണ്ടിരുന്നത്. ഇപ്പം എന്നെ കാണുന്നത് പോലും ആ ദേവിയാനിക്ക് ദേഷ്യമാണ്. അവരെന്നെ കാണുമ്പോൾ പണി തന്നുകൊണ്ടേ ഇരിക്കുക, കുത്തുവാക്കൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എന്താ ഇപ്പം അവർക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാൻ കാര്യമെന്ന് എനിക്കറിയില്ല. നമ്മൾ ചെയ്തു കൂട്ടിയത് എന്തെങ്കിലുമൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ രേവതി പറയാം, നീ അതൊക്കെ ഇനി വിട്. എങ്ങനെയാണ് നമ്മുടെ പ്ലാനെന്ന് നീ പറ. ആ സ്വർണ്ണം അടിച്ചു മാറ്റാൻ എന്താ ഒരു വഴി എന്ന് പറയുമ്പം അതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടമ്മേ, സ്വർണ്ണം അടിച്ചു മാറ്റാനുള്ള വഴി. അതുപോലെ അമ്മേ അന്ന് നമ്മൾ പാലിൽ ചേർത്ത വിഷമില്ലേ, അതുപോലെ ഒരു സംഭവം കൂടി ഒന്ന് ഒപ്പിക്കണം എന്ന് പറയണം. അപ്പം രേവതി ചോദിക്കുക, എന്തിനാ മോളെ, നയനയ്ക്ക് കൊടുക്കാനാണോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അതെ നയനയ്ക്ക് കൊടുക്കാൻ. അവൾ അങ്ങനെ ഇവിടെ കുഞ്ഞുമായിട്ട് വാഴണ്ട. എനിക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യവും ഈ വീട്ടിൽ ഒരുത്തിക്കും വേണ്ട. അപ്പം രേവതി പറയാ, ഇതൊക്കെ ഒരു കടുത്ത കൈയല്ലേ മോളെ. അന്ന് നമ്മൾ നവ്യക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി പാലിലത് ചേർത്ത് വെച്ചിട്ട് ആ ദേവയാനി എടുത്ത് കുടിച്ചത് അത് നമുക്ക് തന്നെ ദോഷമായിട്ട് മാറിയില്ലേ ഇപ്പം എന്ന് പറയുക. അപ്പം പറയുന്നുണ്ട് അനാമിക, അത് സംഭവിക്കരുത് ഇനി. അത് സംഭവിക്കാതെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം. നയന തന്നെ അത് കഴിക്കണം, അവളെ തന്നെ അങ്ങ് ഇല്ലാതാവണം. എന്നാലേ എനിക്ക് സമാധാനമാവുള്ളൂ. ഇനി ഈ അനന്തപുരിയിൽ ഞാൻ നിന്നാലും ശരി നിന്നില്ലേലും ശരി അവളുമാരുടെ എന്ന് സന്തോഷം കണ്ടുകൊണ്ട് എനിക്ക് എങ്ങും ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാം. അപ്പം രേവതി പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. അച്ഛനോട് പറഞ്ഞാൽ നേരത്തെ സംഘടിപ്പിച്ചിടത്തുനിന്ന് തന്നെ അത് സംഘടിപ്പിച്ച് കൊണ്ടുവരും എന്ന് പറയണം.
അപ്പോൾ അനാമിക പറയുന്നുണ്ട് അമ്മയും കൂടി ഇങ്ങോട്ട് വരണം. അമ്മ എന്നാൽ താമസിക്കാതെ തന്നെ അടുത്ത ദിവസം തന്നെ ആ മരുന്നുമായിട്ട് ഇവിടെ എത്തണമെന്ന് പറയാം. അപ്പോഴേക്കും ഞാൻ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റി വെച്ചേക്കാം. കയ്യോടെ അതും കൊണ്ട് നമ്മ പൊക്കോണം. വിൽക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്ത് പണമാക്കി മാറ്റിക്കോണം. അന്ന് സംഭവിച്ചതുപോലെ സംഭവിക്കരുതെന്ന് അച്ഛനോട് പറയണം. സ്വർണം കൊണ്ടുപോയി മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് തന്നെ കൊടുക്കരുത്. മൂർത്തീസ് ജ്വല്ലറിയിലെ സ്വർണം തന്നെയാ അതെല്ലാം. അത്തരമാറ്റി തനി തങ്കം. അതുകൊണ്ടേ സൂക്ഷിച്ചും കണ്ടും ഒക്കെ കൈകാര്യം ചെയ്യാൻ അമ്മ അച്ഛനോട് പറഞ്ഞേക്കണം. മരുന്നുമായിട്ട് വന്നേക്ക്, നമുക്ക് പണി പറ്റിക്കാം എന്നിങ്ങനെ പറയുക. അപ്പോൾ രേവതി ഓക്കെ ഒക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ അനാമിക ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. രേവതി വരുമ്പം വേണം ഈ സ്വർണ്ണം അടിച്ചു മാറ്റി കൊടുക്കണം. അതുപോലെ തന്നെ പാലിൽ വിഷം കൊണ്ടുവരുന്നത് എങ്ങനെയെങ്കിലും നയനയുടെ ഫുഡിൽ ചേർത്ത് കൊടുക്കണം. പണി കൊടുത്തിട്ട് ഇവിടുന്ന് പോകണം എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ജാനകിയാണെങ്കിൽ സ്നേഹിച്ച് ഒളിപ്പിച്ച് നിൽക്കുകയാണ് അനാമികയുടെ പുറകെ. അനാമിക മോക്ക് എന്ത് വേണം, ജ്യൂസ് വേണോ, പാല് വേണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ജാനകി ഇങ്ങനെ നടക്കുക. അനിയാണെങ്കിൽ അനാമികയായിട്ട് നല്ല ഉടക്കുക. കണ്ട കീരിയും പാമ്പ് പോലെയാണ് കേട്ടോ രണ്ടുപേരും. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം അനാമിക ആലോചിക്കുക, ഇന്ന് തന്നെ അവരുടെ ആ സ്വർണം മാറ്റാം. അവർ അലമാരിയിൽ വച്ചിട്ടുണ്ട്, അതെങ്ങനെയാലും അവിടെ നിന്ന് അടിച്ചു മാറ്റണം. അവരിപ്പോൾ നോക്കാനും ശ്രദ്ധിക്കാനും ഒന്നും പോകുന്നില്ല. അമ്മ വരുമ്പോൾ അത് അമ്മയുടെ കയ്യിൽ കൊടുത്തു വിടുകയും ചെയ്യണം, ആരും അറിയാതെ എന്നൊക്കെ ഇങ്ങനെ അനാമിക വിചാരിക്കാം. അങ്ങനെ അനാമിക രാത്രിയായിട്ട് ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക കേട്ടോ. ജാനകി എങ്ങോട്ടെങ്കിലും മാറുന്ന സമയം നോക്കി വേണ്ട ഇതെടുക്കാൻ. അപ്പോൾ അനി റൂമിലേക്ക് വരിക. അനി ചോദിക്കുക, നീ എന്താ പാതിരാക്കോഴിയെ പോലെ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, നീ നിൻ്റെ കാര്യം നോക്ക്, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാമെന്ന് അനാമിക പറയുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ജാനകി റൂമിലില്ല, റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതേസമയം അജയനും റൂമിലില്ല. ആ സമയത്ത് നമ്മുടെ അനാമിക പതുക്കെ ജാനകിയുടെ റൂമിലേക്ക് ചെല്ലുക. റൂമിൽ ചെന്ന് ആ സ്വർണ്ണ അലമാരിയിൽ നിന്ന് അതുപോലെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന് അനാമികയുടെ അലമാരിയിൽ ഒരു ബാഗിൽ കൊണ്ട് വയ്ക്കുക. അനിയാണെങ്കിൽ നല്ല ഉറക്കുക, അനി അത് കാണുന്നുമില്ല. അങ്ങനെ അനാമിക എല്ലാം അടിച്ചു മാറ്റി വെച്ച് കഴിഞ്ഞ് രേവതിയെ വിളിച്ച് പറയുക രാത്രി തന്നെ, അമ്മ നാളെ തന്നെ മരുന്ന് സംഘടിപ്പിച്ച് ഇങ്ങോട്ട് വരണം. ഈ സ്വർണ്ണം അധിക സമയം എനിക്ക് സൂക്ഷിച്ചു വെക്കാനൊന്നും പറ്റിയല്ല. അതുകൊണ്ട് അമ്മ തൽക്കാലം പെട്ടെന്ന് തന്നെ അത് കൊണ്ടുപോകണം എന്ന് പറയുക. അങ്ങനെ അനാമിക കാത്തിരിക്കുക. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ രേവതി വരികയാണ് കേട്ടോ. അപ്പോൾ രേവതി വരുമ്പോഴേക്കും കവറിൽ എന്തൊക്കെയായിട്ടാണ് വരുന്നത്. അപ്പോൾ ജാനകി അങ്ങ് കാണുമ്പോഴേ ഓടിച്ചില്ല, അയ്യോ രേവതി, വാ അനാമിക മോളെ ആണ്ട് അമ്മ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചെല്ലുക. അപ്പോൾ കവറിലെ കൊണ്ടുവന്നിട്ട് രേവതി കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ജാനകിയുടെ കയ്യിലേക്ക്. അപ്പോൾ ജാനകി ചോദിക്കുക, ഇതെന്താ രേവതി എന്ന് ചോദിക്കുക. ഞാൻ പോകുന്ന വഴിക്ക് മോക്കൊരു സാരി എടുത്തു, ആ കൂടെ ജാനകിക്കും ഒരു സാരി എടുത്തു. നല്ല സാരിയാണോന്ന് ജാനകി നോക്കിക്കേ, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്, ജാനകിക്ക് ചേരുന്ന കളറൊക്കെയാണ്, നല്ല വില കൂടിയ സാരിയാണ് എന്നൊക്കെ പറയുക കേട്ടോ രേവതി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എടുത്ത് നോക്കുമ്പോഴേക്കും ജാനകിക്ക് അങ്ങ് കുളിര് കോരുക. അപ്പോൾ ജാനകി പറയാം, നല്ല സാരിയാണല്ലോ രേവതി വാങ്ങിക്കൊണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷിപ്പിച്ച് സോപ്പിട്ടൊക്കെ രേവതി ഇരിക്കുക. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അമ്മ ഇങ്ങോട്ട് വന്നേ, അകത്തോട്ട് എൻ്റെ റൂമിലേക്ക് വാ, നമുക്ക് കുറച്ച് സംസാരിക്കാം എന്നും പറഞ്ഞ് വിളിക്കുക. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ശരി ചെല്ല് രേവതി, അകത്തേക്ക് ചെല്ല്, ഞാൻ ഊണ് റെഡിയാകുമ്പോൾ വന്ന് വിളിക്കാം, നിങ്ങൾ പോയി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ജാനകി വിടുക. അതേസമയം രേവതിയെ കൊണ്ടുവന്ന് റൂമിൽ ഇരുത്തിയിട്ട് അനാമിക പറയാണ്, അതെ അമ്മേ, ദേ ഇതാ സ്വർണം എന്ന് പറഞ്ഞിട്ട് ആ സ്വർണം പെട്ടിയോട് കൂടി എടുത്ത് വെക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ദേ ഈ സ്വർണം കണ്ടോ, ഇത് ഞാൻ ഒരു ഭയങ്കര റിസ്ക് എടുത്താണ് ഇത് എടുത്ത് മാറ്റിയത്. അതുപോലെ ദേ അപ്പോൾ രേവതി ആണെങ്കിൽ മരുന്നും കൊണ്ട് വച്ചിട്ടുണ്ട്. ഇത് രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പതുക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പം നമ്മുടെ ജാനകി ഊണ് റെഡിയായി എന്ന് പറയാനും രേവതിയോട് കുറച്ചുകൂടി ഒന്ന് വർത്തമാനം പറയാനും ഒക്കെ ആയിട്ട് വരിക. വന്ന് വാതിക്കൽ എത്തുമ്പോഴേക്കും ഇവർ തമ്മിൽ പൊറുപൊറുക്കുന്ന ഇങ്ങനെ കേട്ട് ഒന്ന് നിന്ന് പോവുകയാണ് നമ്മുടെ ജാനകി. അപ്പം കേൾക്കുകയാണ്, അമ്മേ ഈ സ്വർണ്ണം സൂക്ഷിച്ചു കൊണ്ടുപോകണം, ആ തള്ള അറിയാതെ ഞാൻ എടുത്തതാ, അവരെനിക്ക് ഒരെണ്ണം സമ്മാനമായിട്ട് തന്നു, അത് കണ്ട് ആ സ്ഥലത്തു നിന്ന് തന്നെ ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴൊന്നും അവരത് നോക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഇത് കൊണ്ടുപോയി വിൽക്കുകയോ പണയം വയ്ക്കുകയോ ഒക്കെ ചെയ്തോ, അച്ഛനോട് സൂക്ഷിച്ചും കണ്ടും ചെയ്യണമെന്ന് പറയണം. പണ്ട് നമ്മൾ ഇതുപോലെ കൊണ്ടുപോയത് ഓർമ്മയില്ലെന്ന് പറയാം. അപ്പോൾ രേവതി പറയാം, അതൊന്നും നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട, എനിക്ക് ആ കാര്യത്തിലൊക്കെ നല്ല നിശ്ചയമുണ്ട് എന്ന് പറയാണ്. അപ്പോഴേക്കും പറയാം, എൻ്റെ അമ്മായിയമ്മയുണ്ടല്ലോ, അവരൊരു പൊട്ടിത്തള്ളയാ, അവരിപ്പോഴും എന്നെ വിശ്വസിച്ചിരിക്കുക. എനിക്ക് ഇത്രയും ദേഷ്യമാണെങ്കിലും അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ ചോദിച്ചാൽ ഇനിയും അവർ പണം എനിക്ക് തരും, അതും കൂടെ വാങ്ങിയിട്ട് വേണം അനിയെ ഒഴിവാക്കി അവൻ എങ്ങനെയും തട്ടിയിട്ടാണേലും ഞാൻ ഇവിടുന്ന് പോരും എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇത് കേട്ട് അന്തം വിട്ട് ജാനകി നിൽക്കുകയാണ് കേട്ടോ.
അപ്പോഴേക്കും ഈ മരുന്നിൻ്റെ കാര്യം രേവതി പറയാതെ അന്ന് നമ്മൾ പാലിൽ ചേർത്ത് കൊടുത്ത വിഷമില്ലേ അത് തന്നെയാണ് ഈ സാധനം അച്ഛൻ ഒപ്പിച്ച് തന്നതാ. വളരെ റിസ്ക് എടുത്താ മോളെ തന്നത്. അന്ന് നമ്മൾ ആ നവിക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തത് ആ ദേവയാനി എടുത്ത് കുടിച്ച് അവർക്കത് സംഭവിച്ചത്. ഇപ്രാവശ്യം അത് മാറിപ്പോവരുത് മോളെ, നയന തന്നെ കുടിക്കണം. അവളുടെ വയറ്റിലുള്ള കുഞ്ഞില്ലാതാവണം. മാതേ നിന്റെ അമ്മായിയമ്മ എങ്ങാനും എടുത്ത് കുടിച്ചാൽ പിന്നെ നീ കരള് കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇവരുടെ കാര്യങ്ങളും രഹസ്യങ്ങളും എല്ലാം നമ്മുടെ ജാനകി അങ്ങ് കേട്ടോണ്ട് നിൽക്കുക. അപ്പം ജാനകി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, എടി ദുഷ്ടേ, ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത് നന്നായി. അവൾ കണ്ടോ പാലിൽ വിഷം ചേർത്ത് നയനയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നു. ഇത്രയ്ക്ക് ദുഷ്ടയായിരുന്നു ഇവരായിരുന്നു അന്ന് പാലിൽ വിഷം ചേർത്ത് വല്യമ്മയ്ക്ക് കൊല്ലാൻ ശ്രമിച്ചത്. അതുപോലെ തന്നെ ആ നവിയുടെ കുഞ്ഞിനെ കൊല്ലാനാണ് ഈ ദുഷ്ടകൾ വിചാരിച്ചത്. ഇപ്പൊ കണ്ടോ എൻ്റെ സ്വർണ്ണമല്ലേ ഇവളെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. കൊണ്ടുപോട്ടെ, ഇവളെ ഒന്നും വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി എൻ്റെ സ്വരൂപം എന്താണെന്നുള്ളത് അനാമിക അറിയാൻ പോകുന്നേ ഉള്ളൂ. എൻ്റെ മോൻ അനിയെ കൊന്നിട്ടായാലും വേണ്ടില്ല, അവൾക്ക് ഇവിടുത്തെ സ്വത്തുക്കൾ വേണമെന്ന്. ഇപ്പം ഞാൻ ഇതെല്ലാം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ജാനകി ഒരു കടുത്ത തീരുമാനം എടുത്ത് ഇനി നമ്മുടെ അനാമികയുടെ മുമ്പിൽ ഒരു നാടകം കളിക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്